എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം മെയ് 10 പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് SSLCexam.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ kite.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സഫലം 2024 മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ kerala.results.nic.in അല്ല അതായത് SSLCexam.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് SSLC എക്സാം റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു രജിസ്റ്റർ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, SSLC റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ SSLCയിൽ ഏതെങ്കിലും സബ്ജക്റ്റ് പരാജയപ്പെട്ടു, അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് SSLC റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചില്ല, നിങ്ങൾ ഒരു ഉദാഹരണത്തിന് A+ കിട്ടുമെന്ന് കരുതി, പക്ഷേങ്കിൽ നിങ്ങൾക്ക് കിട്ടിയത് B+ അല്ലെങ്കിൽ AO ആണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് SSLC പേപ്പർ റീവാലുവേഷന് അപേക്ഷിക്കാം. അതിനുള്ള അപേക്ഷ നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് അപേക്ഷ നൽകേണ്ടത്. ഏകദേശം 500 രൂപയാണ് റീവാലുവേഷനായിട്ട് ഫീസ് വരിക. നിങ്ങൾക്ക് മാർക്ക് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഒരു ഉദാഹരണത്തിന് B+ ഉള്ളത് നിങ്ങൾക്ക് A ഗ്രേഡോ അല്ലെങ്കിൽ A+ ആകുകയാണെങ്കിൽ നിങ്ങൾ നൽകിയ പൈസ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഫോട്ടോ കോപ്പിക്കും അതുപോലെ സ്ക്രൂട്ടിനി അതായത് സൂക്ഷ്മ പരിശോധനയ്ക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി SSLC പരീക്ഷയിൽ ഏതെങ്കിലും വിഷയങ്ങൾക്ക് തോൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിനോ അല്ലെങ്കിൽ സോഷ്യലിനോ അല്ലെങ്കിൽ ഇംഗ്ലീഷിനോ നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾ തോറ്റു, അതായത് അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് നിങ്ങളുടെ റിസൾട്ട് വന്ന ശേഷം അപേക്ഷ നൽകുക. അപ്പോൾ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് വിഷയം എഴുതാനായിട്ട് നിങ്ങൾക്ക് ഏകദേശം 75 രൂപയോളമാണ് ഫീസായിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീസും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഫീസായിട്ട് ചെറിയൊരു പൈസ കൂടി വരും. അപ്പോൾ ആ ഒരു പൈസയും കൂടി ചേർത്ത് നിങ്ങൾക്ക് ആ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഏകദേശം ജൂൺ മാസത്തോടെ തന്നെ നിങ്ങൾക്ക് SSLC സേ പരീക്ഷ നടക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് സേ പരീക്ഷ ജയിക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ SSLC പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നതിനായിട്ട് അവസരം നൽകാറില്ല. അതുകൊണ്ട് തന്നെ ഫെയിൽഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷ എഴുതിയിട്ട് ജയിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷയും അതുപോലെ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷയും നിങ്ങളുടെ റിസൾട്ട് വന്ന് ഏകദേശം 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ ഇതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.